നിനക്ക് ഇത്തിരി ആലോചിച്ചൂടെ? സ്വല്പം ഇത്തിരി ബുദ്ധി ഉണ്ടെങ്കിൽ. Stay tuned for MH vlog and MH on guys. This is a മൂടേഷ് പരിപാടി in the MH. ഇതൊക്കെ പറഞ്ഞിട്ട് വീഡിയോ റെക്കോർഡിംഗ് അല്ല എന്നൊന്ന് കാണിക്കുമ്പോൾ എനിക്കൊരു ഇങ്ങനെ ഒരു ഉള്ളിൽ നിന്നൊന്ന് ഒരു ഇരിച്ചിലങ്ങോട്ട് വരും. ഞാൻ തമാശക്ക് പറഞ്ഞാണ് ഗൈസ്, ഇത് കാര്യമാക്കണ്ട. വന്നാലും പമ്പാവണം, അതത്രയുള്ള ഗൈസ്. ഇതിന് ഒരു കാര്യത്തിന് ഒരാൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ 400 പേര് ഒത്തുകൂടിയിരിക്കും. അത് സത്യമാണ് ഗൈസ്. MHന്റെ ഓണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആർക്കും എല്ലാവരും മൂടുണ്ട്. എന്നാലും ഒരു 9 മണിയാകുമ്പോഴേ വരണോ. ഗൈസ് നമ്മൾ പല്ലേക്കാൻ പോകണം. നമ്മൾ പറഞ്ഞില്ല ഉമ്മക്കരി കൊണ്ട് പല്ലേക്കണം. പിന്നെ വുഡൻ ബ്രഷ്, മരത്തിൻ്റെ ബ്രഷ് കൊണ്ട് നമ്മൾ പല്ലേക്കാൻ പോകണം. നമ്മൾ പല്ലേച്ചിട്ട് ജിമ്മിൽ പോയിട്ട് നീന്തിയിട്ട് ബുക്ക് വായിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് എല്ലാം കഴിയും. എല്ലാ ടൈപ്സ് ഓഫ് വിൻ, സ്പിരിച്വൽ വിൻ, മെൻ്റൽ വിൻ, ക്രിയേറ്റീവ് വിൻ ആൻഡ് one win. Also one win, guys. I just forgot, guys. What the fuck? Yeah. Oh, MH kind of guys. Today MH on we will get on the fire, guys. Everyone in the MH will be coordinating the hard 400 people's power will be shown in the coming videos, guys. Everybody don't miss it. Stay tuned for the videos. We make come live, guys. This is the awesome opportunity of MH. MH will on fire. Guys, നമ്മൾ ആദ്യം കൈയും കൈയുമായി കഴിയുമ്പോൾ നമ്മൾ ഇത്തിരി ഉമ്മക്കരി നമ്മൾ അത് ഉമ്മക്കരിയിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മൾ ആഡ് ചെയ്താൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടും ഗൈസ്. അത് കാരണം നമുക്ക് കോപ്പിറൈറ്റ് ഇല്ലാത്ത സോങ്സും ആഡ് ചെയ്യാൻ പറ്റും. അത് കാരണം ഉമ്മക്കരി വന്നിട്ട് നമുക്ക് കോപ്പിറൈറ്റ് ഇല്ലാണ്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മളിടും. എന്താ ഗൈസ് ആരോ പോണ നമുക്ക് അറിയാം. നമ്മൾ പല നല്ല രീതിക്ക് പല്ലേക്കണം. പല്ലേച്ചിരിക്കുക നമ്മൾ നമ്മൾ ബ്രഷ് ചെയ്യാൻ തുടങ്ങിയാണ്. അല്ലെങ്കിൽ പണി കിട്ടും ഗൈസ്. അത് മനസ്സിലായോ? ഞാൻ പറഞ്ഞപ്പോൾ അത് മാറി ബ്രഷ് പോയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ സ്പീക്കിംഗ് എബിലിറ്റി നമ്മുടെ ഇംഗ്ലീഷ് ആവും. ഇഫ് യു സ്പീക്ക് ലൈക്ക് ബ്രഷ് വിത്ത് ഹോൾഡിംഗ് എ പെൻ ഓർ പെൻസിൽ ഇൻ യുവർ മൗത്ത്, യുവർ സ്പീക്കിംഗ് എബിലിറ്റി ആൻഡ് ദ വെർബൽ യു ആൻഡ് യുവർ ആക്സെന്റ് വിൽ ബി ഇൻക്രീസ്. വെൽ ഗൈസ്, ട്രൈ ഇറ്റ്. Speak like this and we will improve our English by step by step. English by step, guys. You will remember the words of mine. Mudi kariye ende ella nanu മോങ്കരി കഴിഞ്ഞു ഗൈസ്. നമുക്കിപ്പോൾ കാണിച്ചു തരാം എംബച്ചിൽ ഏറ്റവും കൂടുതൽ വെട്ടമുള്ള സ്ഥലം. വെട്ടമുള്ള സ്ഥലം എന്ന് ഞാൻ ഉദ്ദേശിച്ചതല്ല. തരിതരികളെ സിംഗമ്മേ പറ. എനിക്ക് BGM ഇടണമെന്നുണ്ട് ഗൈസ്. BGMത്തിന് ഒരു സ്പീക്കർ കൊണ്ട് വെച്ചാലെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. ഇനി വെറും വീഡിയോസിൽ ഞാൻ ചിലപ്പോൾ സ്പീക്കർ വെച്ച് BGM ഇടും ഗൈസ്. Stay tuned for MH vlog and MH on guys. This is a മൂടേഷ് പരിപാടി in the MH. Guys, we are step by step improving and being the professionals who the fuck we are. MH പോയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പോകണം. വർക്കൗട്ട് ചെയ്ത് നീന്ത് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച് ഞാൻ ബുക്ക് വായിക്കും. Yeah guys, 4 types of win in every day. I stay tuned for more contents. നമ്മളിപ്പോൾ MH പോയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പോകണം ഗൈസ്. MH പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഞാൻ എപ്പോഴും വർക്കൗട്ട് ചെയ്യാറുണ്ട്, പക്ഷേ വീഡിയോ ഒന്നും എടുക്കാറുണ്ട്. ഡോഗി ബൈ. നമ്മളപ്പോൾ എല്ലാ ദിവസവും വർക്കൗട്ടും അതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇന്നത്തെ വർക്കൗട്ട് ഇത്തിരി സ്പെഷ്യലാണ് ഗൈസ്. ഇന്ന് MHൻ്റെ പ്രിയോണമായ കാരണം ഇത്തിരി പമ്പപ്പ് ഇത്തിരി കൂടുതലാവണം. ഞാൻ തമാശക്ക് പറഞ്ഞാണ് ഗൈസ്, ഇത് കാര്യമാക്കണ്ട. വന്നാലും പമ്പാവണം, അതത്രയുള്ള ഗൈസ്. നമ്മൾ MHൻ്റെ ജിമ്മിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. MHൻ്റെ ജിമ്മിൽ ആരും ഉണ്ടെന്നാണ് തോന്നുന്നത് ഗൈസ്. ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി ഞാൻ പോയിരിക്കും. Being consistent and staying consistent guys. That's the dedication and perseverance, hard work I have. Stay tuned for more content and videos. MHൻ്റെ നമ്മൾ ജിം ചെയ്തിട്ട് വേണം നമുക്കിന്ന് MHൻ്റെ ഓണം ഉണ്ട് ഗൈസ്. ഓണം 11 മണിക്ക് തുടങ്ങും. പ്രിൻസിപ്പൾ എല്ലാവരും വന്ന് നമ്മുടെ ഇവിടുന്ന് സദ്യ കഴിച്ചിട്ടാണ് ഓണത്തിൻ്റെ പ്രിപ്പറേഷൻസ് ആൻഡ് ഹാർഡ് വർക്ക് നമ്മൾ എല്ലാം തുടങ്ങി. 400 പേരുടെ കോർഡിനേഷനിൽ ഈ MH കോളേജിൽ തീയാണ് ഗൈസ്. തീ guys, stay tuned. ഞാൻ
ഗൈസ് പമ്പാവാൻ നമുക്ക് കുറച്ച് തന്നെ ധാരാളം ഗൈസ്. എത്ര മണിയായി തന്നെ പമ്പാവും ഗൈസ്. പമ്പിനെ കുറിച്ച് ഒന്നും പഠിക്കണ്ട ഗൈസ്. MH ആണ് ഗൈസ്. MHൻ്റെ ഈ പ്രകൃതി ഭംഗി കാരണമാണ് ഗൈസ് ഞാൻ MHന് അത്ര അട്രാക്ഷൻ വന്നത്. ചില ആൾക്കാർക്ക് പ്രകൃതി ഭംഗി അത്ര ഇഷ്ടമാണ് ഗൈസ്. പ്രകൃതിനെ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. സെക്സ് അല്ല, മെസ് സെക്രട്ടറി രണ്ടുപേരുണ്ട്. അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് ബെന്നിയാണ് ഗൈസ്. ഇവൻ ഇൻട്രോഡേ അതൊക്കെ ചെയ്യും. നല്ലൊരു ഇൻവെസ്റ്റർ ട്രേഡറാണ്. പിന്നെ ഇത് കവല ഗൈസ്. കവലേനെ നമുക്കറിയാലോ. കവല ഓൾ ഇൻ ഓൾ വൈബിൻ്റെ അച്ഛൻ എന്ന് വേണമെങ്കിൽ പറയാം ഗൈസ്. വൈബ് എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം വൈബ്. ഇപ്പോൾ കണ്ട ഇൻട്രോട്ടും അങ്ങനെയൊക്കെ നടക്കണ്ടാവും ഗൈസ്. പക്ഷെ അവൻ്റെ ഒരു വൈബ് ഉണ്ടല്ലോ ഗൈസ്, അത് മാച്ച് ചെയ്യാൻ ആർക്കും പറ്റില്ല ഗൈസ്. അത് പോണത് നമ്മുടെ ആയിത്യനാണ് ഗൈസ്. ഇലക്ട്രിക്കൽ ആയിത്യൻ. ആ കാലത്ത് എവിടെയോ കാര്യമായിട്ട് പോവാണ് ഗൈസ്. അത് കൺസിസ്റ്റൻസി പറയുമ്പോൾ എല്ലാവരും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കണം ഗൈസ്. പിന്നെ ആ റൂമിൽ എന്തോ ലൈറ്റ് ഉണ്ട് ഗൈസ്. ലൈറ്റ് ഉണ്ടെങ്കിൽ ഒന്നിനെങ്കിൽ പഠിക്കായിരിക്കും, അല്ലെങ്കിൽ അനിമി കാണായിരിക്കും ഗൈസ്. ഇതാണ് ഇവിടുത്തെ മെയിൻ പർപ്പസ്. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ നീന്താൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം ജിമ്മിൽ പോയി ഗൈസ് നീന്തി പ്രാർത്ഥിച്ച് ബുക്ക് വായിക്കണം ഗൈസ്. ദാറ്റ് സ്റ്റേയിങ് കൺസിസ്റ്റൻറ്റ്, ബി കൺസിസ്റ്റൻറ്റ് ഓഫ് ഡേ 29 ഗൈസ്. നമ്മൾ കൺസിസ്റ്റൻസി നമുക്ക് ഇന്നലെ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാൻ എൻ്റെ വലിയൊരു കാരണമാണ് ഗൈസ്. എഡിറ്റേഴ്സിൻ്റെ കണ്ടൻറ്റിൻ്റെയും ഷൂട്ടിൻ്റെയും ഒക്കെ ടൈറ്റ് ഷെഡ്യൂളായിരുന്നു ഗൈസ്. ആ ടൈറ്റ് ഷെഡ്യൂളിൻ്റെ ഇടയിൽ എനിക്ക് ബാഡ്മിൻ്റൺ കളിക്കണം, എനിക്ക് നീന്തണം, പഠിക്കണം, എല്ലാം ചെയ്യട്ടെ ഗൈസ്. ബുക്ക് വായിക്കണം, സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്. എപ്പോഴും ഒരു മാനിനെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് അറ്റ് പീക്കിൽ ഞാൻ എത്തിച്ചിരിക്കും ഗൈസ്. നമ്മുടെ ജെന്യൂൻ ആയിട്ടുള്ള എല്ലാ കണ്ടന്റും നമ്മൾ പറയും ഗൈസ്. സ്റ്റേ ട്യൂൺ ഫോർ മോർ കണ്ടന്റ് വീഡിയോസ്. നമ്മളിപ്പോൾ പോകുമ്പോൾ വലിയൊരു ഇറക്കാണ് ഗൈസ്. ഇറക്കത്തിലേക്ക് ഭയങ്കര ഹ്യൂജ് ഫാസ്റ്റ് പോകാൻ ഇഷ്ടമാണ്. പക്ഷേ ആക്സിഡൻറ്റ് അത് നമ്മൾ കെയർഫുൾ ആയിരിക്കണം. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ കൈ വിടുന്നില്ല, കൈ വിടാണ്ട് ഇങ്ങനെ പോകണ്ടിരിക്കണം ഗൈസ്. ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല രസമുണ്ടാവും ഗൈസ്. ഇതിൻ്റെ ഇടയിൽ കൂടെ 2 വണ്ടി തുറക്കും, ഡോർ തുറക്കും. ഇതൊക്കെ ഇത്തിരി ആലോചിച്ചൂടെ? സ്വല്പം ഇത്തിരി ബുദ്ധി ഉണ്ടെങ്കിൽ മീൻസ് ഒരു വണ്ടി വരുന്ന സമയത്ത് ഡോർ തുറക്കാൻ പാടില്ല വണ്ടിക്ക്. അത് മാന്യതല്ലേ, ബേസിക് മാനേഴ്സ് അല്ലേ. ഈ ബേസിക് മാനേഴ്സ് ഒന്നും ആരും പഠിപ്പിക്കുന്ന സാധനമില്ല. അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട സാധനമാണ്. അന്നും എന്നും പറയാം ഇന്ന് MHൻ്റെ ഓണമായി ഗൈസ്. 400 പേരിൻ്റെ ഓളം മീൻസ് അവൻ്റെ തമ്മിലുള്ള ബോണ്ടും അവർ തമ്മിലുള്ള നമ്മുടെ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ അത്ര പെട്ടെന്ന് ആർക്കും പറ്റില്ല ഗൈസ്. അതാണ് ഈ MHൻ്റെ പവർ. ഞാൻ അങ്ങനെ അഹങ്കാരമായിട്ട് അതൊന്നായിട്ട് പറയില്ല. മീൻസ് ബേസിക്കലി നമ്മളെല്ലാവർക്കും എന്തായാലും ഒരു കാര്യത്തിന് ഒരാൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ 400 പേര് ഒത്തുകൂടിയിരിക്കും. അത് സത്യമാണ് ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മളിലേക്കുള്ള വഴി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഡോഗി ഉണ്ടെങ്കിൽ ഇപ്പം അതെന്നെ കൊണ്ട് കുരയ്ക്കും ഷുവർ. അപ്പോൾ ഭാഗ്യം ഗൈസ്, ഇവിടെ ഡോഗി ഉണ്ടെങ്കിലും പുറത്തേക്ക് വന്നിട്ടില്ല. ആരെ നമ്മൾ ഇന്ന് രക്ഷപ്പെട്ടു ഗൈസ്. രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു മാസ്മരികമായ രക്ഷപ്പെടലാണ് ഗൈസ്. അത് രക്ഷപ്പെട്ടത് അത് കാരണം നമുക്ക് staying consistent, being consistent and being safe in order to rescue our lives from the doggies and something like that. There's not a correct formula for a success. Do you have any formula? Due to hard work, perseverance, gratitude, smart work, luck is the main factor. Success is when means preparing opportunity and preparation meets, there's the success. That's the truth about the life. There's no such a formula for success. You ask me, you don't success in life, right? I don't make a success in just getting into the number 1 college in the city. That's not a success. Everyone can define success in their own way. We can define by our own ways, right? Someone's success will be being a YouTuber. Yeah, somebody's more success will be their own priorities and goals. Hey guys, I'm here to introduce something for the swimmers. This is earplug. You want to ഞാൻ മലയാളത്തിൽ പറഞ്ഞില്ല. എല്ലാവരും ശരീരം വെള്ളം കയറാറില്ലേ? സ്വാഭാവികമായിട്ടും നീന്തുമ്പോൾ കുറേ പേരുടെ ശരീരം വെള്ളം കയറാറുണ്ട്. ആ വെള്ളം കളയാൻ വേണ്ടി അവർ കുറേ കഷ്ടപ്പെടും. ഇങ്ങനെ വെള്ളം ഒഴിക്കും. ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ തുള്ളി കഴിഞ്ഞാലൊക്കെയാണ് മീൻസ് എന്താണ് ചെവിയിൽ വെള്ളം പോകുക. അതിന് പകരമാണ് നമ്മുടെ നല്ലൊരു പ്രൊഡക്റ്റാണ് ഇയർ പ്ലഗ്. ഇയർ പ്ലഗ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഗൈസ്. ഞാൻ പറഞ്ഞില്ല, ഇത് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യേണ്ടത് മനസ്സിലായില്ലേ? ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക, ഒരു ചെവിയിൽ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക. അപ്പം ഇനി ഇത് വെള്ളം കയറില്ല. ഇതിൻ്റെ സ്ട്രക്ചർ വേണമെങ്കിൽ ഞാൻ കാണിച്ചത് ഗൈസ്. ഇതല്ല ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഇത് പ്രഷറൊന്നും അനുഭവിക്കില്ല.
പ്രഷർ ഉള്ളിൽ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹോളുണ്ട്, ഓട്ടയുണ്ട് കണ്ട. ആ പ്രഷർ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഇത് നമ്മുടെ ചെവിനെ പതുക്കെ കയറിക്കോളും. ഞാൻ പോലും ഇപ്പോഴാണ് എന്നെ ഈ കുളത്തിൽ നീന്തുന്ന ഒരു സാറുണ്ടായിരുന്നു ഗൈസ്, ഒരു നല്ലൊരു സാറായിരുന്നു. ആ സാറാണ് എന്നോട് സജസ്റ്റ് ചെയ്തത് എന്തുകൊണ്ട് ഇയർ പ്ലഗ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് ചെവിയിൽ വെള്ളം കയറാണ്ട് എങ്ങനെ രക്ഷിക്കാമെന്ന് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് we are going to do മുങ്ങാങ്കുഴി ഗൈസ്. ബുംബ ബുംബ. നമ്മൾ 11 മുങ്ങാങ്കുഴി എടുത്തു വിത്തൗട്ട് ഗോയിങ് എയർ പ്ലഗ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഗൈസ്. അപ്പോൾ ഇത് സംഭവം പ്രൊഡക്റ്റ് ജനുവിനാ. നീന്താൻ ആയിരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഇത് മേടിച്ചിട്ട് നീന്തിക്കോളൂ ഗൈസ്. എല്ലാ ദിവസവും ഞാൻ ഒരു അങ്കളെ കാണാറുണ്ട് ഗൈസ്. എല്ലാ ദിവസവും ഓട്ടോയിൽ വന്ന് മാല ഇവിടെ നിന്ന് പൂജിച്ചിട്ട് കെട്ടുന്ന അങ്കളാണ് ഗൈസ്. എന്താണ് അങ്കൾ പേര്? ഉണ്ണികൃഷ്ണൻ. എന്താണ് എത്ര വർഷം ഞങ്ങൾ ഈ അമ്പലത്തിൽ വരാൻ തുടങ്ങിയിട്ട്? അമ്പലത്തിൽ വരാൻ തുടങ്ങിയിട്ട് എനിക്ക് ഞാൻ 5 വയസ്സ് മുതൽ ഒന്ന് തുടങ്ങിയത്. 5 വയസ്സ് മുതൽ വരുന്നുണ്ട് ഗൈസ്. ഇപ്പൊ അങ്ങൾക്ക് എത്ര വയസ്സാണ്? ഇപ്പൊ 65 വയസ്സ്. 60 വർഷത്തിന്റെ എക്സ്പീരിയൻസ്. 60 വർഷമായിട്ട് അങ്കിള് അമ്പലത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. 60 വർഷം. എനിക്ക് 21 വയസ്സ്. എൻ്റെ ട്രിപ്പിൾ വയസ്സാണ് അങ്കിൾ അമ്പലത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അത്രയും ഒരു ഡെഡിക്കേഷൻ കുറേ പേരുണ്ട് ഗൈസ്. ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ടും ദൈവിക ഭക്തിയും അവർ ചെയ്യണ ജോലിയോട് അവർക്ക് അത്രത്തോളം ആ ബഹുമാനവും എല്ലാം ഉണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും കാണാറുണ്ട്, പക്ഷേ വീഡിയോ എടുക്കുന്നത് ആദ്യമായിട്ടാണ് ഗൈസ്. എല്ലാ ദിവസവും കാണുമ്പോൾ ഞാൻ എല്ലാ ദിവസവും വന്ന് ഓട്ടോറിക്ഷനെ പൂജിച്ച് അത് നല്ലൊരു പ്രവൃത്തിയാണ്. അങ്ങൾക്ക് ദൈവിക കടാക്ഷം ഷുവർ. ഇത്ര വർഷം വന്ന കാരണം ദൈവിക കടാക്ഷം എന്തായാലും കിട്ടിയിരിക്കും. അങ്ങൾ എന്ത് നല്ല കാര്യം ചെയ്താലും എന്ത് ചെയ്താലും ദൈവം അങ്ങളെ നന്നായി അനുഗ്രഹിച്ചിരിക്കും ഗൈസ്. അപ്പോൾ ഇത്രയും ഒരു നല്ലൊരു അങ്കിളിനെ എനിക്ക് കാണാൻ കിട്ടിയൊരു സന്തോഷം. ഓക്കെ കാണാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്വിമ്മിങ് കഴിഞ്ഞു. ഒന്നും കൂടി മുങ്ങി എണീക്കണം. ഇത് ഇട്ടിട്ട് വന്ന ടീഷർട്ടാണ്, അത് മുഷിച്ചിട്ടുണ്ടാവും. അത് കാരണം ഞാൻ ഒന്ന് മുങ്ങി എണീച്ച് ഒന്നും കൂടി കുളിച്ച് നമ്മളൊരു ഡ്രസ്സ് മാറിയിട്ട് അമ്പലത്തിൽ കയറി പ്രാർത്ഥിക്കും. ഗായ്സ്, give enough time on self improvement that you don't have time to criticize others. ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കിട്ടിയ കോട്ട്. നമ്മളെ മറ്റുള്ളവരുടെ കുശുമ്പും കുന്നായ്മയും ഗോസിപ്സും പറഞ്ഞുണ്ടാക്കണ സമയമുണ്ടല്ലേ, ആ സമയം നിങ്ങളൊരു നല്ല കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കിയേ, നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കിയേ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ആളാണ്. അല്ലാണ്ട് ഈ ഗോസിപ്സും പറഞ്ഞ് ആൾക്കാരുടെ പുറകെ നടന്ന് ആൾക്കാരെ സ്നേഹിച്ച് ഇതിലൊക്കെ റിലീസ് ആവുന്ന ഓക്സിറ്റോസിനും ഹോർമോൺസ് ആണ് നിങ്ങൾക്കുള്ള ഇത്തിരിയുള്ള ബോധം ഉണ്ടല്ലേ, ആ ബോധം നിങ്ങളുടെ തലയിലുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നിൻ്റെ ബാക്കിലും പോകില്ല. നിങ്ങൾ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് മാത്രമേ ചെയ്യുള്ളൂ. നിങ്ങളെ നന്നാക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മാത്രമേ നിങ്ങൾ ചെയ്യുള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നും നമ്മൾ ചെയ്യില്ല ഗൈസ്. അതാണ് നമ്മൾ നോക്കണം. നമ്മളല്ലേ നമ്മൾ നന്നാക്കേണ്ടത്. അല്ലാണ്ട് മറ്റുള്ളവർ പറഞ്ഞിട്ട് വാടാ നമുക്ക് ജിമ്മിൽ പോവാം, എടാ വാടാ നമുക്ക് പഠിക്കാൻ പോവാം, എടാ വാടാ. ഈ വാടാ അത് എവിടെ നിന്ന് വരുന്നത്? ഫ്രണ്ട്ഷിപ്പോ? ഫ്രണ്ട്ഷിപ്പിനെ ഞാൻ കുറ്റമൊന്നും പറയില്ല. ഇപ്പോൾ ഒരു ജിമ്മിൽ പോകുന്നത് നമുക്കൊരു നല്ലൊരു, ഇപ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് ഒരു 60 kg ആണ്. നമ്മളൊരു 20 kg എന്ന് പറഞ്ഞാൽ 20 + 20 ഞാൻ പറഞ്ഞ 40 kg പ്ലസ് ബാറ് ചെയ്യുമ്പോൾ ഒരു 7 അല്ലെങ്കിൽ 10, 7.5 അത്രയ്ക്ക് വരുള്ള ബാറ്. അപ്പോൾ ഒരു 47 kg നമ്മൾ ലിഫ്റ്റ് ചെയ്യുകയാണ്, നമ്മൾ ചെസ്റ്റ് പ്രസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്കൊരു സപ്പോർട്ടിൻ്റെ വേണ്ടി വരും. എന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്കൊക്കെ ഒരു ക്യാപ്പബിലിറ്റി ഉണ്ടാവും. ഒരു 3 to 7 ചില ഒരു 15 reps ഒക്കെ ചെയ്യും, അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മുടെ ബോഡി വെയിറ്റിൻ്റെ റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഒരു 100 kg ആളുള്ള ആൾ 100 kg ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കാര്യമാണ് അപ് ടു ദാറ്റ് പേഴ്സൺ. പക്ഷെ നമ്മളൊരു ബോഡി ബിൽഡിംഗ് ഫീൽഡോ അങ്ങനത്തെ വലിയ ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റിന് എത്ര ടൈംസ് ചെയ്യണമോ അത്രയാണ് വേൾഡ് റെക്കോർഡ്. നമ്മുടെ ആൻ്റോണീനെ അറിയില്ലേ, ക്ലീനർ, ആ ആൾ വന്നിട്ട് ആൾക്കൊരു എക്യുപ്മെൻറ്റ്സും ഒന്നും ഇല്ലാണ്ട് ആൾ വീട്ടിൽ ഓരോരോ പ്ലാസ്റ്റിക്കിൻ്റെ ബാഗ്സും അതൊക്കെ തൂക്കിയിട്ടാണ് ആൾ പവർ ലിഫ്റ്റർ പോലെ ആയത്. എന്നിട്ട് ആൾ പോയിട്ട് ആൾക്കാരെ എല്ലാവരും പ്രാങ്ക് ചെയ്യാറില്ലേ? എന്ത് കാരണം കൊണ്ടാണ് ഗൈസ്? അത് ആളുടെ ഡിസിപ്ലിൻ, ആളുടെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്, ആളുടെ കൺസിസ്റ്റൻസി, ആളുടെ ഡെഡിക്കേഷനും ഹാർഡ് വർക്കും കാരണമാണ് ആൾ ഇത്രയും വലിയൊരു ആൾ പ്രാങ്ക് ചെയ്തിട്ട് കയറിയെന്ന് വെച്ചാൽ ആൾക്ക് ഇത്രയും വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ആൾ ഏകദേശം 300 kg നെറ്റ് ലിഫ്റ്റൊക്കെ ചെയ്യുന്നുണ്ട് ആൾ. സോ ബി ദ മാൻ ഹൂ എവർ നെവർ ക്യാൻ ഗെറ്റ്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ബോഡി ഞാൻ എൻ്റെ ബോഡി അത്ര വലിയ ബോഡിയൊന്നുമല്ല, അതൊക്കെ ഞാൻ സമ്മതിച്ച്. പക്ഷേ ഈ ബോഡി ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. ഞാൻ ചെറുപ്പം തൊട്ടേ
സോ ഈ ബോഡി എൻ്റെ കയ്യിൽ നിന്ന് ആർക്കും സ്റ്റീൽ ചെയ്യാൻ പറ്റില്ല. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് സ്റ്റീൽ ചെയ്യാൻ പറ്റും. എൻ്റെ കയ്യിൽ എന്ത് ഇപ്പോൾ കാർ ഉണ്ടെങ്കിൽ സ്റ്റീൽ ചെയ്യാൻ പറ്റും, എന്തുണ്ടെങ്കിലും സ്റ്റീൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ നോളേജും ഈ മൈ പ്രൈഡായിട്ടുള്ള ബോഡിയും സ്റ്റീൽ ചെയ്യാൻ ഒരാളെ കൊണ്ട് പറ്റില്ല ഗൈസ്. ദാറ്റ്സ് ഇറ്റ്. ഹലോ ഗൈസ്, ഞാൻ ഒരു കാര്യം പറയട്ടെ. വീഡിയോ റെക്കോർഡാവുന്നുണ്ട്, അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. എന്താ വെച്ചാൽ ഇപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തു, പക്ഷേ അത് റെക്കോർഡായില്ല. സോ ഞാൻ ബേസിക്കലി ഐഫോണിൻ്റെ ബാക്ക് ക്യാമറയ്ക്ക് ഇത്രയും കൂടി ക്വാളിറ്റിയും ക്ലാരിറ്റിയും ഒക്കെ കൂടുതൽ ഗൈസ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അത്രത്തോളം ക്ലാരിറ്റി ഇതിൽ കിട്ടില്ല. ഫ്രണ്ട് കിട്ടും 4K, അതൊക്കെ സംഭവം തന്നെ ശരിയാണ്. പക്ഷേ ഐഫോണിൻ്റെ പ്യുവർ അത് പിന്നെ ഇതിൻ്റെ ഒരു ഗ്ലാസ് ഉണ്ട്, ആ ഗ്ലാസും കൂടി ഊരണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോൻ്റെ ക്ലാരിറ്റി കൂടി ഗ്ലാസ് ഊരി കഴിഞ്ഞാൽ പിന്നെ പ്രൊട്ടക്ഷനെ അടിച്ച് പോയി കഴിഞ്ഞാൽ പണി കിട്ടും ഗൈസ്. 10, 8 ചിലവ്, 8,000, 10,000 ചിലവാകും ഇതിൻ്റെ ഒരു സാധനം മാറ്റണമെങ്കിൽ. അതാ പ്രശ്നം. सो ഞാൻ പറഞ്ഞുതരാം. എനിക്ക് मैं हिंदी भी अच्छी तरह से बोलता हूँ. हिंदी में मेरे MS में थोड़ी हिंदी लोग हैं. लद्दाख, नॉर्थ ईस्ट, लद्दाख, हिमाचल प्रदेश, अंडमान निकोबार, वो हिंदी भी अच्छी तरह से बोलता है. वो इंग्लिश भी, इंग्लिश दे आल्सो स्पीक इन इंग्लिश, दे आल्सो कम्युनिकेट इन हिंदी आल्सो. मातृभाषा ये बोलता है, इसीलिए अच्छी तरह से समझा, अच्छी तरह से कम्युनिकेट बातचीत कर सकते हैं वो लोग से. वो लोग मुझे तैयार करता है मैं कैसे बात करना चाहते हूँ. वो मुझे अच्छी तरह से कम्युनिकेट करना वो सीखता है, वो मुझे सीखता है. अच्छी तरह से कैसे कम्युनिकेट करना, अच्छी तरह से कैसे कम्युनिकेट करना वो सभी लोग मुझे पता है. वो പിന്നെ ഞാൻ എനിക്ക് തമിഴും തെറിയും, തമിഴിലും എനിക്ക് പേസ് തെറിയും. തമിഴെണ്ണ നല്ല രീതിയിൽ ബൈസ് ഇപ്പോൾ കുറേ ആയി ഞാൻ തമിഴ് പറഞ്ഞിട്ട് കുറേ ആയ കാരണം എനിക്ക് തമിഴ് അത്ര മീൻസ് നമ്മളിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരാൾ വേണ്ടേ. ആളല്ലെങ്കിൽ നമുക്ക് എല്ലാ ഭാഷയും വിട്ടുപോകും നമ്മൾ. ഞാൻ ഹിന്ദി ഇംഗ്ലീഷും ഹൗ ഐ കീപ് ലേണിംഗ് ഹിന്ദി, അംഗ്രേസി ഓർ മാതൃഭാഷ ബിക്കോസ് ബൈ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് മൈ നോർത്ത് ഇന്ത്യൻ ഗായ്സ് ഐ എം ഫ്ലുവൻറ്റ് ഇൻ മൈ. എനിക്കറിയാം നമുക്ക് ആർക്കും പെർഫെക്റ്റ് ആവാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പെർഫെക്റ്റ് ആവാൻ പറ്റുമെന്ന് വെച്ചാൽ അത്ര പെർഫെക്റ്റ് ആവില്ല, എന്നാലും നമുക്ക് സ്മോൾ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ട് പെർഫെക്റ്റ് ആവാൻ പറ്റും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഗായ്സ്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് മാറി ഗായ്സ്. അപ്പോൾ നമ്മൾ പുതിയ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, വൃത്തി അഴുക്കില്ലാത്ത ഡ്രസ്സ് നമ്മൾ കഴുകി, കൈ കൊണ്ട് കഴുകിയ ഡ്രസ്സും വാഷിംഗ് മെഷീൻ കൊണ്ട് കഴുകിയ ഡ്രസ്സും നമ്മൾ ഇട്ടു. ഓക്കെ, നമ്മുടെ MS എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കൊടുത്ത് കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ ഉണ്ട്. പൈസ കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ വാഷിംഗ് മെഷീനിലിട്ട് കറക്കാൻ മതി. ഓൺലി 44 rupees. ഹായ് ആവുക, നല്ലൊരു കാര്യമായിട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ ഇറങ്ങുമ്പോഴാണ് ഇതൊക്കെ വരുന്നത്. നല്ല കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ 4ാം വർഷമായിട്ടാണ് വരുന്നത്. സോ നല്ല കാര്യങ്ങൾ വരാണ്ടെങ്കിൽ നേരത്തെ വരണം. പക്ഷേ ഈ ഗവൺമെൻറ്റിൽ നിന്ന് സാങ്ഷനായി പാസ്സായി കിട്ടാൻ അതിനൊരു ഡിലേ ഉണ്ട് ഗൈസ്. അത് നമുക്കൊന്നും ചെയ്യാനില്ല. വീഡിയോ റെക്കോർഡിംഗ് ആണ് ഗൈസ്. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ട് വീഡിയോ റെക്കോർഡിംഗ് അല്ല എന്നൊന്ന് കാണിക്കുമ്പോൾ എനിക്കൊരു ഇങ്ങനെ ഒരു ഉള്ളിൽ നിന്നൊന്ന് ഒരു ഇരിച്ചിലങ്ങോട്ട് വരും. മീൻസ് ഇത്രയും പറഞ്ഞ പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ്? എൻ്റെ യൂട്യൂബേഴ്സിലെ കണ്ടന്റ്സും വ്യൂവേഴ്സും. ദിസ് വീഡിയോ ഇസ് സ്ട്രിക്ട്ലി ഡിസ്ക്ലൈമർ ആയിട്ട് ഞാൻ പറയുകയാണ്. ദിസ് വീഡിയോ ഇസ് സ്ട്രിക്ട്ലി ഫോർ സെൽഫ് ഇംപ്രൂവ്മെന്റ്, ഫോർ മെൻസ്, നോട്ട് ഫോർ ബോയ്സ്. ഈ ഗായ്സ് ഇത് നമ്മുടെ അമ്പലമാണ്. അമ്പലത്തിലെ ശ്രീകൃഷ്ണൻ്റെ പ്രതിമയാണ് ഗായ്സ്. ഇത് പുലി ശ്രീകൃഷ്ണൻ പ്രകൃതിയിൽ നിൽക്കുന്നത് മനോഹരമായി ഒപ്പിയെടുത്തിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ പ്രതിമ നല്ല രീതിയിൽ ഒപ്പിയെടുത്തിട്ട് ഗായ്സ്. അപ്പോൾ നല്ല രീതിക്ക് നമ്മൾ പ്രാർത്ഥിച്ച് നല്ലതാവാൻ വേണ്ടി ദൈവത്തിൻ്റെ സ്പിരിച്വൽ ബില്ലാണ് നമ്മൾ നേടുന്നത് ഗായ്സ്. Be consistent, stay consistent. This is day 29 of Be consistent and stay consistent. ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ 3 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമ്മൾ നീന്തിയപ്പോൾ നമുക്ക് ഫിസിക്കൽ വിന്ന് കിട്ടി, ജിം ചെയ്തപ്പോൾ നമുക്ക് ഫിസിക്കൽ വിന്ന് കിട്ടി, ദൈവത്തിനെ പ്രാർത്ഥിച്ചപ്പോൾ നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിച്ചപ്പോൾ നമുക്ക് സ്പിരിച്വൽ വിന്ന് കിട്ടി. പിന്നെ നമ്മൾ നല്ല കാര്യം ചിന്തിക്കുമ്പോൾ നമുക്കൊരു സ്പിരിച്വൽ വിന്നല്ല മെൻ്റൽ വിന്ന് കിട്ടിയിട്ടുണ്ടാവും. ലാസ്റ്റ് വിന്നായിട്ടുള്ള ബുക്ക് റീഡിങ് വിന്നും അതും കൂടി നമ്മൾ വൃത്തിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെല്ലാം കഴിഞ്ഞു ഗായ്സ്. നമ്മളെപ്പം എത്തിച്ചിരിക്കുകയാണ്. 9 മണിയായി ഗായ്സ്. സെൽഫ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ വ്ളോഗ് എടുത്ത് എൻ്റെ ലിറ്റിൽ ബേബി യു മസ്റ്റ് ബി ലൈക്ക് മീ യു എത്ര ക്യൂട്ടാണെന്നറിയാം. ഇത് ഭയങ്കര ക്യൂട്ടാണ് ഗായ്സ്. പൂച്ചേനെ ശബ്ദമാണ് ഉണ്ടാക്കിയത്. പക്ഷെ അങ്ങനെയല്ല ഗായ്സ്, ഇത് നല്ലൊരു നോക്കൂ ഇവിടെ നോക്കൂ. എടാ നല്ല ഭംഗിയുള്ള ഗായ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബൂ 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 ഇന്ന് ഭയങ്കര സന്തോഷമാണ് ഗായ്സ്. ഇത് എടുക്കണതിന് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഇവിടെ
വായെന്ന് വിളിക്കല്ലേ, എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കാന്ന് പോയി കേട്ടാ. ഇഞ്ചക്ഷൻ എടുപ്പിക്കും കൈസ് ഇതിനെ കൊണ്ട്. അത് കാരണം ഞാൻ ഇതിനെ കൊണ്ട് ഡീസൻ്റ് ഒക്കെ വെച്ചിരിക്കാൻ കൈസ്. ഇത് എനിക്കൊന്നും തന്നെ എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ താല്പര്യമില്ല. ഹേ ഗായ്സ്, അപ്പോൾ 9 മണിയായിരിക്കുകയാണ്. നമ്മളപ്പോൾ ഇന്ന് MHൻ്റെ ഓണം വ്ലോഗായ കാരണം നമുക്ക് ഗ്രൂം റെഡി വിത്ത് മീ അങ്ങനെ കുറേ സാധനം ചെയ്യാണ്ട് ഗൈസ്. ഇവരൊക്കെ എല്ലാവരും കുറേ പേര് ഇപ്പോൾ പോകാൻ തുടങ്ങി ഗൈസ്. കുറേ പേര് ഇപ്പോൾ കോളേജിൽ പോയി പെറ്റിടക്കാനുള്ള ടീമാണ്. MHൻ്റെ ഓണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആർക്കും എല്ലാവരും മൂടുണ്ട്. എന്നാലും ഒരു 9 മണിയാകുമ്പോഴേ വരണോ ഗൈസ്, എല്ലാവരും പേരുണ്ട് ഗൈസ്. അത് 9 മണി ആയാലും കുഴപ്പമില്ല. നമ്മുടെ എന്തായാലും creative guys, reading about atomic habits and improving day by day, step by step.